ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനം. 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലുവിനെ അനുസ്മരിക്കുന്നു. കശ്മീരിൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റുകളെയും അവരുടെ ത്യാഗത്തെയും അനുസ്മരിക്കുന്നു. ടിക്കാലാൽ തപ്ലുവിന്റെ കൊലപാതകത്തോടെയാണ് പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ആരംഭിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എക്കാലത്തെയും വലിയ ഒരു ഭീകരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രദേശത്തെ ഒന്നാകെ, അവിടെയുള്ള ഹിന്ദുക്കളെ ഒന്നാകെ കൊന്ന് കുഴിച്ചു മൂടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന തരത്തിലേക്കുള്ള കൊടും ഭീകരത. കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനം 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലുവിന്റെ ആ കൊലപാതകത്തോടെയാണ് ആ ഭീകരത കൊടുമ്പിരിക്കൊള്ളുന്ന തരത്തിലേക്ക് ആരംഭിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ദിവസം എങ്ങനെ ചിന്തിക്കാം, ഓർത്തെടുക്കാം, ഇതിനിരയായവരെ അനുസ്മരിക്കാം. രോഹിണി, കശ്മീരിന്റെ മനസ്സിനേറ്റ ഏറ്റവും വലിയൊരു മുറിവായിരുന്നു ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള സമാനതകളില്ലാത്ത ക്രൂരതയും. ഒരു കാരണവശാലും ന്യായീകരിക്കാനാകാത്ത, അന്നത്തെ ഭരണകൂടം യാതൊരു തരത്തിലും നീതി നൽകാത്ത സമൂഹമാണ് കശ്മീരിലെ ന്യൂനപക്ഷമായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകൾ. 80കളുടെ തുടക്കത്തിൽ തന്നെ 1980കളുടെ തുടക്കത്തിൽ തന്നെ അവിടെ ശക്തി ആർജിച്ച തീവ്ര ഇസ്ലാമിക ഭീകരവാദികൾ പണ്ഡിറ്റുകൾ കശ്മീർ വിട്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രചാരണം നടത്തുകയും ഒറ്റപ്പെട്ട സംഭവങ്ങളും നടന്നിരുന്നു. പക്ഷേ 1989 ശ്രീനഗറിൽ പണ്ഡിറ്റായിട്ടുള്ള ടിക്കാലാൽ തപ്ലുവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അതിക്രൂരത നിറഞ്ഞ വംശഹത്യയിലേക്ക് കശ്മീർ കടന്നുപോകുന്നത്. അവിടെ ബിട്ട കരാട്ടയുടെയും യാസിൻ മാലിക്കും ഉൾപ്പെടെയുള്ള ഭീകരരുടെ നേതൃത്വത്തിൽ, JKLF ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ സമാനതകളില്ലാത്ത ക്രൂരത നടന്നു. ഒന്നുകിൽ മതം മാറുക, അതായത് പരിവർത്തനം, പലായനം അല്ലെങ്കിൽ മരണം, ഈ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ നിരന്തരം ആഹ്വാനങ്ങൾ മുഴങ്ങി. പണ്ഡിറ്റുകളുടെ വീടുകളുടെ ചുവരുകളിൽ ഇത് എഴുതി വെച്ചു. അത്തരത്തിലൊരു വലിയ പ്രചാരണം നടത്തിയതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു വലിയ ക്രൂരത, സമാനതകളില്ലാത്ത ക്രൂരത. നൂറുകണക്കിന് ആളുകൾ അതിൽ കൊല്ലപ്പെടുകയുണ്ടായി. സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. സർവ്വതും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വന്തം വീടും ഉറ്റവരെയും നഷ്ടപ്പെട്ടുകൊണ്ട് ജമ്മുവിലേക്കും ഡൽഹിയിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അന്ന് പലായനം ചെയ്തിട്ടുള്ളത്. പക്ഷേ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ തോക്കെടുത്തവരെ, അല്ലെങ്കിൽ അന്ന് സുരക്ഷാ സേനയ്ക്കെതിരെ തോക്കെടുത്തവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു. ജിഷ്ണു, ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസ് അംഗം ശ്രീ സന്ദീപ് ചേരുകയാണ്. ശ്രീ സന്ദീപ്, ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനമാണല്ലോ. ഒരുപക്ഷെ 1989 പരസ്യമായി ഏകദേശം 3 മുതൽ 5% മാത്രം വരുന്ന ആ കശ്മീരി പണ്ഡിറ്റുകളെ ജമ്മു കാശ്മീരിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന ആഹ്വാനത്തോടുകൂടി അന്നത്തെ ഭീകരവാദികൾ നടത്തിയത് കൊടും ക്രൂരത തന്നെയായിരുന്നു. അവർ അതിൽ അന്ന് വിജയിക്കുകയും, പക്ഷേ ഇന്ന് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ മൂലം അവരൊക്കെ തിരിച്ചെത്തുകയും കശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചവരുടെ ജന്മസ്ഥലത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് മറക്കാൻ കഴിയാത്ത, പൊറുക്കാൻ കഴിയാത്ത കൊടും ക്രൂരതയെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? കാശ്മീരി പണ്ഡിറ്റുകളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കാശ്മീരിലെ പണ്ഡിറ്റുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത്. പറഞ്ഞതുപോലെ 1989 തുടങ്ങിയൊരു പ്രോസസ്സ് അത് ഇനിയും അവസാനിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ആദ്യം കാശ്മീരി പണ്ഡിറ്റുകളായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റു പല കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ, അവിടെ ജാട്ടുകളുണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ അവിടെ ഉണ്ട്. പഞ്ചാബികളായിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ ബീഹാറിൽ നിന്നുമെല്ലാം അവിടുത്തെ ഈ മീനിയൽ വർക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ ഇരകളായിട്ട് മാറിയിട്ടുള്ള ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവിടെ ആർട്ടിക്കിൾ 370യും 35A പോലെയുള്ള നിയമങ്ങൾ, കരിനിയമങ്ങൾ എടുത്തു മാറ്റിയത് കൊണ്ട് ചെറിയൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഡീപ്പായിട്ടുള്ളൊരു റാഡിക്കലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റാഡിക്കലൈസേഷന്റെ ഒരു പ്രോസസ്സ് അവിടെ നിലനിന്നിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. കാശ്മീരിൽ ഈ
ഭീകരവാദം തുടങ്ങുന്നത് എന്ന് പറയുന്നത് ക്രോസ് ബോർഡറാണ്. പാകിസ്ഥാനിൽ നിന്നാണ് ഈ ഭീകരവാദം കാശ്മീരിലേക്ക് വരുന്നത്. പക്ഷേ കാശ്മീരിൽ ഭീകരവാദം വരുന്നത് ക്രോസ് ബോർഡർ പാകിസ്ഥാനിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഇന്റർനാഷണൽ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ അജണ്ടയുടെ ഭാഗമായിട്ട് കാശ്മീരിലെ യുവാക്കളെ ആയുധ പരിശീലനം കൊടുത്ത് റാഡിക്കലൈസ് ചെയ്ത് അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റീനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു ജനസൈഡ് പ്ലാനിന്റെ ആഫ്റ്റർ എഫക്ട് എന്നുള്ള നിലയ്ക്കാണ് ഈ പറയുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ ഉന്മൂലനം അല്ലെങ്കിൽ അവരുടെ ജനസൈഡ് നടന്നത്. അത് 1989 മുതൽ തുടർച്ചയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ നിയമജ്ഞരായിട്ടുള്ള ആളുകൾ, ജഡ്ജിമാര്, ഡോക്ടർമാര്, പ്രൊഫസർമാര്, ഇന്റലക്ച്വൽസ്, ഇത്തരത്തില് ആർട്ടിസ്റ്റുകൾ, ഇത്തരത്തില് സമൂഹത്തിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള ഇതിലുണ്ടായിരുന്ന യാതൊരു തരത്തിലുള്ള വയലൻസിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റിനോ പോകാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും തെരഞ്ഞു പിടിച്ച് കൊല ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുമ്പ് നടന്ന പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല നമ്മൾ കണ്ടു. എങ്ങനെയാണ് പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഭീകരന്മാര് ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ടൂറിസ്റ്റുകളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മളുടെ കൺമുന്നിൽ ഈ അടുത്ത കാലത്താണ് നടന്നത്. പക്ഷേ ഇതിനും എത്രയോ മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാശ്മീരിലുണ്ടായിരുന്നു. അതിന്റെ ആദ്യത്തെ ഇരകളായിട്ട് മാറിയത് കാശ്മീരി പണ്ഡിറ്റുകളാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞു പിടിച്ച് ഈ പറയുന്ന കാഫിറുകളെ കൊല്ലുക എന്നുള്ള ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ജിഹാദി പ്രവണത, ആ ജിഹാദി പ്രവണത കാശ്മീരിൽ മാത്രമല്ല, ഇന്ന് ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. കൊച്ചു കേരളത്തിൽ എന്ന് ഞാൻ പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ മാടായിപ്പാറയിൽ ജിഹാദ് മഹത്വവൽക്കരിച്ചുകൊണ്ട് വിക്ടറി ഓർ മാർട്ടഡം എന്ന് പറയുന്ന ബാനറുകൾ ഏന്തിക്കൊണ്ട് പെൺകുട്ടികള് ഈ ജിഹാദിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവിടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് കണ്ടു. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഗേൾസ് വിഭാഗമാണ് ഈ പറയുന്ന മാടായിപ്പാറയിൽ ഈ തരത്തിൽ ജിഹാദിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് കാശ്മീരിൽ ഭീകരവാദികൾക്ക്, പാകിസ്ഥാൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഭീകരവാദികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അതിന് നെറ്റ്വർക്കുകൾ രൂപീകരിച്ചുകൊണ്ട് ഈ പറയുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തത്, അതിനെ സപ്പോർട്ട് ചെയ്തത്. ഇന്ന് അവിടുത്തെ കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒരു ക്രോസ് കണക്ഷൻ ഉണ്ട്, ക്രോസ് ഇന്റർനാഷണൽ കണക്ഷൻ ഉണ്ട്, ക്രോസ് കൺട്രി കണക്ഷൻ ഉണ്ട്. കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് പോലും അംഗീകരിക്കാത്ത ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരാണ് കേരളത്തിലടക്കം ഇരുന്നുകൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ചും ഈ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ചരിത്രം, ഇവരുടെ ഭൂതകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം പുരണ്ടതാണ്. അവര് വംശഹത്യ നടത്തുന്ന ഒരു ചരിത്രമാണ് അവർക്ക് ഉള്ളത് എന്നുള്ളത് കൂടെ ഓർക്കാനുള്ള, ഈ തരത്തിലുള്ള സംഘടനകളെ കുറിച്ച് ബോധവാന്മാരാകാനും കരുതിയിരിക്കാനുള്ള ഒരു ദിനമായിട്ട് കൂടെ നമ്മൾ ഈ റിമംബറൻസ് ഡേ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ സന്ദീപ് പ്രതികരിച്ചതിന്. സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ അരുൺ മോഹൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അരുൺ മോഹൻ, കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനമാണ് ഇന്ന്. ഒരുപക്ഷെ ആ കൊടും ക്രൂരത നടുക്കുന്ന ഓർമ്മയായി ഇന്നും അവശേഷിക്കുമ്പോൾ അതിൻ്റെ തുടർന്നുള്ള ഒരു പ്രവൃത്തിയും ഇനിമേലാൽ ഭാരതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൂടി എടുക്കേണ്ടതല്ലേ? കാരണം കശ്മീരി പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്യുന്നതിനായി പരസ്യമായി അന്ന് ഉച്ചഭാഷിണികളിലൂടെ മുഴക്കിയ ചില ഭീഷണികളുണ്ടായിരുന്നു. ഒന്നുകിൽ അവിടം വിട്ടു പോകുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക. സ്ത്രീകളെ ഉൾപ്പെടെ ബലാത്സംഗത്തിനിരയാക്കുന്നു. ഒരു വേർതിരിവുമില്ലാതെ അന്ന് കശ്മീരി പണ്ഡിറ്റുകളുടെ ഉന്നത നിലവാരത്തിലുള്ള, അതായത് അവർ പ്രൊഫഷണൽസിനെ ആയാലും പൊളിറ്റീഷ്യൻസിനെ ആയാലും ഇൻ്റലക്ച്വൽസിനെ ആയാലും എല്ലാം തിരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം. അന്ന്
അത്രയും കൊടും ക്രൂരത ഉണ്ടായതിനു ശേഷവും അത് ആരുടെ നേതൃത്വത്തിലാണ് ഉണ്ടായത്, അവർ ഇപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം അവരുടെ പ്രവർത്തനങ്ങൾ സജീവമായി വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാൻ ദിവസ് നമ്മുടെ ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ ഭീകരതയ്ക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഊന്നിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രതിജ്ഞയും കൂടി അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം ചർച്ചകൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഒരു പൊതുധാരണയുണ്ട്. നമ്മൾ ഈ വിഭജന കാലത്തെ രാഷ്ട്രീയത്തെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ ഒരു കുറച്ച് ലെഫ്റ്റ് ലിബറൽ ആളുകൾ മാറി നിന്നുകൊണ്ടെന്തോ എന്താണ് പറയുന്നത്, വളരെ സാമാന്യവത്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ മുമ്പ് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഏത് സംഘടനയാണോ ജമ്മു ആൻഡ് കശ്മീരിലെ ഈ അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുത്തത്, പരസ്യമായി ആഹ്വാനം ചെയ്തത്, അവർ നേരിട്ടോ അല്ലാതെയോ അവരുടെ പേരിൽ തന്നെയോ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂപത്തിലോ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. JKLF നേതൃത്വത്തില് ഈ കൊലപാതകം 1989 ഞാൻ മനസ്സിലാക്കുന്നു ആദ്യത്തെ ബലിദാനം നടക്കുന്നത്. ഈ അഡ്വക്കേറ്റ് ടിക്കാലാൽ താപ്ലു എന്ന് പറയുന്ന ലോയർ, അദ്ദേഹം BJPയുടെ ഒരു പ്രാദേശിക നേതാവ് കൂടിയായിരുന്നു അവിടുത്തെ. അപ്പൊ ഇങ്ങനെ ഒരാളെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നതിലൂടെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഇസ്ലാമിന്റെ ശബ്ദം അവിടെയാണ് ആരംഭിച്ചത്. അതിന്റെ ചരിത്രം കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തോളം പണ്ഡിറ്റുകൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു, അവരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു. ഈ ആർട്ടിക്കിൾ 370 അമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ജമ്മുവിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈ തെരുവോരങ്ങളിലെ ചെറിയ ടെന്റുകൾ ഉണ്ടാക്കി കഴിയുകയാണ് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകൾ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടായിരുന്നവർ, കോടിക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഉണ്ടായിരുന്നവർ, അവരുടെ മക്കളെയൊക്കെ ഗ്യാങ് റേപ്പിന് വിധേയമാക്കി. മാത്രമല്ല അവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഗിരിജ ടിക്കു എന്ന് പറയുന്ന ഒരു അധ്യാപിക, അവര് ഇത് പുറത്തു വന്നിട്ടുള്ളതിലെ ഏതാനും ചില പേരുകൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പുറത്തു വരാത്തത് എത്രയോ 70,000 പണ്ഡിറ്റുകൾക്ക് വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ പലായനം ചെയ്ത്, 1 ലക്ഷമൊന്നുമല്ല ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്ത സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ ഗ്യാങ് റേപ്പ്, ഈ ഗിരിജ ടിക്കു എന്ന് പറഞ്ഞ അധ്യാപികയുടെ പേരിലുള്ള ഗ്യാങ് റേപ്പിന്റെ വാർത്തയും ഇന്നും ഈ ഫിസിക്കലി മെന്റലി ആക്രമണം ഈ നമ്മുടെ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ശ്രീനഗറിലെ ഹസ്രത് ബാൽ മസ്ജിദിലുണ്ടായ ഇഷ്യൂ കേരളം വേണ്ട രീതിയിൽ ചർച്ച ചെയ്തോ നമ്മൾ പരിശോധിക്കേണ്ട വിഷയമല്ലേ. വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അശോക സ്തംഭത്തിന്റെ നേരെയാണ് ആക്രമണം. എന്താണ്, കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ഒരു മസ്ജിദിന്റെ അശോക സ്തംഭം അനിസ്ലാമികമാണെന്നുള്ളതാണ് അവരുടെ വാദം. ഞാൻ ഇത് പറയാൻ കാര്യം, കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എത്രയോ പേര് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആക്രമണത്തെ അനിസ്ലാമികമായത് എന്തിനാണ് മോസ്കിലേക്ക് എന്നാണ് അവരുടെയും ചോദ്യം. അപ്പം ഇസ്ലാം അനിസ്ലാം എന്നുള്ള രീതിയിലേക്ക് ഒരു പോളറൈസേഷൻ കേരളത്തിൽ ഉൾപ്പെടെ ആഗ്രഹിക്കും. 2003 മാറാട് നമ്മൾ കണ്ടു, ഹിന്ദു അരയ സമുദായത്തിന്റെ നേരെ ഉണ്ടായ ആക്രമണം തികച്ചും മതപരമാണ്. അധ്യാപകന്റെ കൈവെട്ടി സംഭവം കേരളത്തിലല്ലേ ഉണ്ടായത്. അതേപോലെ തന്നെ ഈ പന്നിമാംസത്തിന് ഏറ്റവും അടുത്ത് ഈ ഫയർഫോഴ്സിൽ പന്നിമാംസത്തിന് വിലക്ക് വന്നത് നമ്മുടെ കേരളത്തിലല്ലേ. പോലീസിൽ പച്ചവെളിച്ചം നമ്മുടെ കേരളത്തിലല്ലേ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് നിർണായക വിവരങ്ങൾ പോലീസിൽ നിന്ന് ചോർത്തി നൽകുന്ന വാർത്ത വന്നത് നമ്മുടെ കേരളത്തിലല്ലേ. അതെ, ആ ജിഹാദി ശക്തികൾ ഇപ്പോഴും പിടിമുറുക്കുന്നുണ്ട് എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. വളരെ നന്ദി ശ്രീ അരുൺ മോഹൻ പ്രതികരിച്ചതിന്. ഇന്ന് കശ്മീരി പണ്ഡിറ്റ് ബലിദാന ദിനമാണ്. 1989 ശ്രീനഗറിൽ ഇസ്ലാമിക ഭീകരരാൽ കൊല്ലപ്പെട്ട പണ്ഡിറ്റ് ടിക്കാലാൽ തപ്ലു ഉൾപ്പെടെ 100 കണക്കിന് പണ്ഡിറ്റുകളെയും അവരുടെ ത്യാഗത്തെയും നാം ഇന്ന് അനുസ്മരിക്കുന്നു.